അതെ, ഒരു വണ്ടി ഓവർലോഡായിട്ട് പോയിട്ട്, ഓവർലോഡെന്ന് മാത്രമല്ല, എന്താ പറയുക, ഒന്ന് കെട്ടിവെക്കാതെ ലോഡ്, പുറകിരിക്കുന്ന ലോഡൊന്നും വൃത്തിക്ക് കെട്ടാതെ അതിനകത്തുനിന്ന് ഒരു സാധനം ചാടി പുറത്ത് വീണ് ബൈക്കേ വന്ന ഒരാളുടെ എവിടെയാണ് ഇടിച്ച്, മുട്ടിനിടിച്ച് അയാൾ മറിഞ്ഞ് വീണ് കാലൊക്കെ മുറിഞ്ഞ് നാശമായി. ഒരു ആക്സിഡന്റ്. അങ്ങനെ ഒരാളാണ് ഇരിക്കുന്നത്. ഈ വണ്ടി കണ്ടോ, കൊണ്ടുവന്നുണ്ടോ? ഇങ്ങനെയാണ് അവർ വണ്ടി സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത് അതാണ് നോക്കി അറിയാം. ഇത് കണ്ടോ, ഓവർലോഡ്. വെയിറ്റ് അല്ല ഇതിനകത്ത് ഓവർലോഡ്, ഇതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആണ്. പിന്നെ വളരെ അലസമായിട്ട് ഒന്ന് കെട്ടി പോലും വെക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര അന്നമനട ഗ്രാമപഞ്ചായത്ത്. അതിന്റെ ഹരിതകർമ്മസേന എന്ത് ഇത്? ഉണ്ടോ, വണ്ടി പോകുന്നുണ്ടോ, റോഡിൽ കൂടെ ഒക്കെ പോകുന്നതിന്റെ വിഷ്വൽസ് ഒക്കെ കുറെ CCTV വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആള് വീണ് കാലും പോയി, പിന്നെ ഫോണും പോയി. ഈ ഫോൺ കണ്ടോണം, ഇത് ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയി അന്ന് വീണപ്പോൾ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു പ്രശ്നമുണ്ടേ. ഇതുണ്ട്, ഈ വണ്ടി പോകുന്നത് ഇങ്ങനെയാ. അത് മുഴുവൻ സാധനവും തള്ളിക്കയറ്റി. എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഇത് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലൊരു കാര്യം ചെയ്യുക. പക്ഷേ ഇത് ഈ പറഞ്ഞ സ്ഥിരം പരിപാടിയാ, മനസ്സിലായില്ലേ? ഇപ്പൊ റോഡിലെ കുഴി കാരണം ഒരാൾ വീണാൽ അയാൾ എന്ത് ചെയ്യണം? തന്നെ ഫോൺ അടിച്ചു പോയേക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട്, ഡിസ്പ്ലേ ആണ്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അടി കിട്ടി. നിങ്ങക്ക് കാലിന് എക്സ്റേ ഒക്കെ എടുത്തോ? എല്ലിന് പൊട്ടലൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ ഇവരെന്താ പറയുന്നത്? ഇവരെന്ത് പ്രശ്നം ഇവരുടെ? അവരിപ്പോ ഒന്നും തരാൻ പറ്റില്ല. ഇപ്പൊ ഹോസ്പിറ്റൽ ചെലവ് വരെ ഞാൻ തന്നെ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കണേ. ഞാൻ ചാക്കി തുറന്ന് പോകുന്നത്. ഇവിടെ ഈ കെട്ടി വെച്ചേക്കുന്ന ചാക്കിനകത്തുനിന്നാ തുറന്നൊരു ഭരണി അല്ലേ? ഭരണി തെറിച്ച് എന്തെങ്കിലും ഉണ്ട്, ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ കിട്ടി. ഭരണി തെറിച്ച് വന്നേക്കുന്നെന്ന്. അപ്പൊ ഇവർക്ക് ഹോസ്പിറ്റലിൽ ചേരാനുള്ള പൈസ പോലും ഈ പറഞ്ഞ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നില്ല അല്ലേ? എന്നിട്ട് നിങ്ങൾ കേസാക്കേണ്ടി വന്നോ? ഓ, കാലിന്റെ ഇതൊക്കെ എത്ര രൂപയ്ക്ക് ചെലവായി? ഇതിപ്പോ ഞാൻ ബില്ല് പേ ചെയ്തിട്ടില്ല. അതായത് പഞ്ചായത്ത് പേ ചെയ്യുന്ന പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലുകാര് അവിടെ ക്രെഡിറ്റ് വെച്ചത്. ഞാൻ ഹോസ്പിറ്റലായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അപ്പൊ കേസ് ഇങ്ങനെ ഞാൻ അവിടെ ഇതിന് ശേഷം ഹോസ്പിറ്റലിൽ വന്നിട്ട് പഞ്ചായത്തിൽ പോയിട്ട് ഒരു അപേക്ഷ വെച്ചു. അങ്ങനെ എനിക്കൊരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഇത്ര 10-12 ദിവസമായിട്ട് വർക്കിന് പോകാതിരിക്കായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് അങ്ങനൊന്നും തരാൻ പറ്റില്ല, ഹോസ്പിറ്റൽ ചെലവ് വേണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ ചെലവ് എന്ന് പറയുന്നത് 2000 രൂപ ആകെ വന്നിട്ടുള്ളൂ. 20 സ്റ്റിച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്റെ ഫോൺ തെറിച്ച് പോയി, ഡിസ്പ്ലേ പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേക്ക് 20,000 രൂപയോളം വില, 21 രൂപയോളം വില വരുന്നുണ്ട്. അപ്പൊ അതൊന്നും അവർ തരാനായിട്ട് ഒരു റെഡി അല്ല. അപ്പൊ അതിനാണോ കേസ് കൊടുത്തത്? ഞാനിപ്പോ കേസ് കേസ് കൊടുക്കാന്ന് വിചാരിച്ച് കേസ് കൊടുക്കും. ഓ, ഇവിടെ രസം എന്താന്ന് വെച്ചാലേ, ഇവരുടെയൊക്കെ ലൈസൻസ് ആജീനാന്ന കാലം കട്ട് ചെയ്യൂ. കാരണം വെള്ളം കൊണ്ടുപോയ പോലെ അല്ലാന്നിത്. ഒരു സഞ്ജു ടെക്കി എന്ന് പറഞ്ഞാൽ അവിടെ കാറിനകത്ത് വെള്ളം കൊണ്ടുപോയപ്പോ ആർക്കും ഒരു അപകടമൊന്നും ഉണ്ടായില്ല. അത് അവന്റെ തന്നെ വീഡിയോ കണ്ടിട്ട് MVD വലിയ പരിപാടിയൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ ഞാൻ അന്നും പറയുന്നുണ്ട്, ഇതുപോലെ ഒത്തിരി വണ്ടികൾ ഡെയിലി ഇതുപോലെ പോയിക്കൊണ്ടേയിരിക്കുക. ആൾക്കാരൊക്കെ ടിപ്പർ ലോറിയുടെ പുറകിൽ അടുക്കിയിട്ടുകൊണ്ട് പോവുക. ഇതുപോലെ വണ്ടിയൊക്കെ ലെങ്തി ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റി വെച്ച് പുറകിലൊരു എന്താ പറയുക, റിഫ്ലക്ടർ പോലും വെക്കാതെ വല്ലവനൊക്കെ വന്ന് വണ്ടിയിൽ കുത്തി കയറി വേണേൽ ചാവാൻ പരുവത്തിന് സാധനങ്ങൾ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഈ വണ്ടിയും, ഇതിനകത്തും ഈ പറഞ്ഞ പോലെ അവർ കെട്ടിയിട്ടുമില്ല, അവർക്ക് തോന്നിയ പോലെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇവർക്കെതിരെയുള്ള ആക്ഷൻ എന്തെടുത്തെന്ന് അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ?
ഇല്ലില്ല, എന്നൊരു സ്റ്റേഷനിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയല്ലല്ലോ, ഇവരിപ്പോ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോ ഈ പറഞ്ഞ ആൾക്കാർ ആ വണ്ടി ഓടിച്ചവർ അത് കൊണ്ടുപോയവർക്കെതിരെ നല്ല നടപടി എടുക്കേണ്ടി വരും. കാരണം അത് ഇങ്ങനെ തുറന്നു വെച്ചോണ്ട് ഇനിയും അവർ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ പോകുന്നത്. അപ്പൊ ഇനി അതിനകത്ത് താഴെ വീണ് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ബാക്കിയുള്ളവരൊക്കെ വണ്ടി ഒന്ന് വീഴണം, അവര് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ പൊട്ടണം, ജോലിക്ക് പോയിരിക്കണം, അങ്ങനെ ഒരുപാട് നഷ്ടം ഉണ്ടാക്കി കൊടുക്കണം. ഇത്രയും നഷ്ടമൊന്നും ഒരാൾക്കും ഈ സഞ്ജു ടെക്കിയുടെ വണ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഭയങ്കര നടപടിയായിരുന്നു. കേസൊക്കെ കോടതി തന്നെ അല്ലേ കൊടുത്തിരിക്കുന്നത്. കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്ത കാലം വേണേ അവരുടെ ലൈസൻസ് ഇല്ലാണ്ടാക്കും, ആ പരിപാടി നിർത്തലാക്കിയിട്ട് വേണമെങ്കിൽ. എന്നാൽ ഇത് മര്യാദയ്ക്ക് ചെയ്യാൻ എന്തുകൊണ്ട് ഇവർക്ക് ട്രെയിനിങ് കിട്ടുന്നില്ല? ഇത് നഗരസഭയുടെ തൊഴിലാളികളല്ലേ, അവർക്ക് ഇങ്ങനെയൊന്നും അറിയത്തില്ലേ? അത്രയ്ക്കും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള തീരെ ട്രെയിനിങ്, ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ എന്തും വലിച്ചു കയറ്റി പൊക്കിയെടുത്ത് എവിടെ ഇട്ടുകൊണ്ട് പോയി വഴി വീണു, ആൾക്കാർ ചത്തു എന്ന് പറയുന്ന രീതിയിൽ ഈ സാധനം കൊണ്ടൊക്കെ നടക്കാൻ ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാ വെറുതെ ഈ സാധാരണക്കാരുടെ മണ്ടയ്ക്കോട്ട് കയറി ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റി അടിക്കാനൊക്കെ വരുന്നത്? ഇതിനൊക്കെ പെറ്റി അടിക്കാത്ത എന്താ? അതിന് എവിടെ നിന്ന് കാശ് കൊടുക്കാനല്ലേ? അതുകൊണ്ട് ഇവിടെ പൈസ ഇതിന് ഹോസ്പിറ്റൽ ചിലവ് പോലും കൊടുത്തിട്ടില്ല. ഈ തോന്നിവാസം കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ലേ? ഇവിടെ ഈ പറഞ്ഞ വല്ലവനും വല്ല തമാശയ്ക്ക് വല്ല പിള്ളേർ വല്ലതും ഒന്ന് തലവെളിയിലോട്ട് ഇട്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സീനാ. അയ്യോ, അവരെ കൊണ്ട് നിർത്തുന്നു, അവരെ പഠിപ്പിക്കുന്നു. അതിൽ കൂടുതൽ പഠിപ്പിക്കേണ്ട ആൾക്കാർ ഇവർ ഡെയിലി ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്മാർ വർഷത്തിലൊരിക്കൽ ചെയ്തതിന് അവരെ പിടിച്ചോണ്ട് പോയത്. എത്ര വീഡിയോസ് കിടക്കുന്നറിയോ? അപ്പോൾ അമ്മമാര് തെണ്ടിത്തരം കാണിക്കുന്ന സമയത്ത് ഊച്ചാളികൾക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൂടെ? ഇവിടെ ടിപ്പർ ലോറിയും അല്ലാതെ മറ്റ് പല എന്തിനധികം ബസ്സുകളടക്കം ഡിസ്പ്ലേ അടിച്ച് ബസ്സൊക്കെ ഇതേപോലെ ഓവർലോഡഡാണ്. ഇവിടുത്തെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലാണ് ഇവന്മാരുടെ നമ്പർ. ആരെങ്കിലും എടുത്ത് ചെറുതായിട്ടൊന്ന് ഹെൽമെറ്റ് ഒന്ന് വെച്ചാൽ മറന്നുപോയാൽ കാണിക്കുന്ന ആ ഒരു ആവേശം, ഊർജ്ജം എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള സ്ഥലത്ത് കാണിക്കത്തും ഇല്ല. ഇവരെന്തെങ്കിലും ചെയ്താൽ ഒരു അനക്കവും ഇല്ല. അതെന്നാ നമ്മളൊക്കെ ഇനി ഇതുപോലെ വേണം? ഹെൽമെറ്റ് ഇല്ലാതെ പുറകെ വേറെ വലിയ വേസ്റ്റ് വല്ലതും പൊക്കി എടുത്തോണ്ട് പോകണം, എന്നിട്ട് അത് നിലത്തിട്ട് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തോണേ. ആക്സിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ഞാൻ എന്നോട് ഓഫീസിലേക്ക് ചെല്ലാന്ന് പറഞ്ഞു. അപ്പൊ 6 കിലോമീറ്റർ ഉണ്ട് വീണ്ടും അവിടെ നിന്ന്. ഒരു തവണ ഞാൻ ചെന്ന് അവിടെ അപേക്ഷ കൊടുത്ത്, പിന്നെ വിളിച്ചിട്ട് പിന്നെയും ചെല്ലാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പോയില്ല. കാരണം നമ്മൾ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ആളൊന്ന് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ജസ്റ്റ് ഇങ്ങോട്ട് എന്തോ അവര് പറഞ്ഞു. അവിടെ ചെന്നപ്പോ ഒരു എന്താ പറയാ, കോമ്പൻസേഷൻ ആയിട്ടൊന്നും തരാൻ പറ്റില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് കൊടുക്കണ എന്തോ ഒരു ചെറിയൊരു പൈസ ഉണ്ട്, ആ പൈസ തരാൻ. ജോലിക്ക് പോകാതിരുന്നതിന്റെ ഫോൺ പൊട്ടിന്റെ ഒന്നും പൈസ തരാൻ പറ്റില്ല. അതൊന്നും അവരുടെ വിഷയമല്ല. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് എങ്ങനെ ഇതൊക്കെ പ്രശ്നമാകുന്നേ? കൊള്ള ഇവരെയൊക്കെ. എന്തായാലും നല്ല പരിപാടിയാണ്. അതിനകത്ത് കോടതിയോ പോലീസോ ഒന്നും ഇടപെടത്തില്ല. അവർക്ക് താല്പര്യമുള്ള ഏരിയയിൽ അവർക്ക് കാശ് കിട്ടുന്നിടത്ത് ഇടപെടത്തുള്ളൂ. മനസ്സിലായോ? നിങ്ങളുടെ വണ്ടയ്ക്കോട്ടൊരു വെറ്റി അടിക്കാൻ പറ്റുമെന്നായിരിക്കും അവർ നോക്കുന്നത്. അങ്ങനെ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ ഈ നിസ്സാര നേരം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങണ്ട, വീട്ടിൽ സാധനം വരും, വീട്ടിൽ തന്നെ ഇരുന്ന് ഗൂഗിൾ പേ ചെയ്യാനോ മറ്റെന്തെങ്കിലും അവസരങ്ങളോ അവരുണ്ടാക്കി തരും. അതാണ് നമ്മുടെ സിസ്റ്റം ഇപ്പോഴത്തെ. നമ്മുടെ പ്രശ്നം അതാ. സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കൈയിടാനും പിടിച്ചു പറിക്കാനും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനമുണ്ട്. ഇപ്പോൾ വേണ്ട ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ATM വരെ പോയിട്ട് വേണമെങ്കിൽ പൈസ എടുത്തിട്ട് അവർ തിരിച്ചു വിടും. നേരെ മറിച്ച് ഇങ്ങനെയുള്ള പണി നടക്കുമ്പോൾ ഒന്നും ചെയ്യത്തില്ല. അതാണ് അവരുടെ കഴിവുകേട്. അത് കഴിവുകേടാണെന്നൊന്നും അവർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. അവർ വിചാരിച്ചിരിക്കുന്ന ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. അവർ ഈ റോഡിലൊക്കെ നിന്ന് ഹെൽമെറ്റ് പിടിക്കുമ്പോൾ വലിയ ഡയലോഗ് അടിക്കും ഇവന്മാർ. അങ്ങനെ പറ്റത്തില്ല, ഇത് മറ്റേതാണ് മറിച്ചാണ്, നമ്മുടെ സേഫ്റ്റിയാണ്. പക്ഷെ അവർക്ക് വേറൊന്നും കണ്ടാൽ അറിയത്തില്ല. റോഡിലെ കുഴി കണ്ടാൽ അറിയത്തില്ല. ഇതുപോലത്തെ ഇവിടെ റാഷ് ഡ്രൈവിങ്, അത് ട്രാൻസ്പോർട്ട് ബസ്, പ്രൈവറ്റ് ബസ്, ടിപ്പർ ലോറികളൊക്കെ ഭയങ്കര റാഷ് ഡ്രൈവിങ്. ഒരു തരത്തിൽ ഓവർടേക്കിങ് പ്രോഹിബിറ്റഡ് ഏരിയ കൂടെ അതിന്റെ ആ ക്യാമറയുടെ മുന്നിൽ കൂടെ അവന്മാർ ഓവർടേക്ക് ചെയ്ത് കളിക്കും. അതിനും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഈ കൈക്കൂലി മേടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവർക്ക് എന്തോ ചില്ലറൊക്കെ കൊടുക്കുമെന്ന് തോന്നുന്നു. അതൊക്കെ മേടിച്ചിട്ട് ഉളുപ്പില്ലാതെ ജീവിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലാതെ അതും കുഴപ്പമില്ല. അത് നല്ലതല്ലേ, അവർക്ക് നല്ലതല്ലേ, ആർക്കാ? ഈ ഉദ്യോഗസ്ഥർക്ക് നല്ലതല്ലേ അതൊക്കെ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഇതൊന്നും പിന്നെ അങ്ങനെയൊന്നും കൈക്കൂലിയൊന്നും കൊടുത്ത് നടക്കുന്ന സംഭവമൊന്നുമല്ല. ഇത് ഇവർക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്. ഇവർ പണി ചെയ്യേണ്ട കാര്യം വൃത്തിക്ക് ചെയ്തിട്ടില്ല. അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ല. അവർക്ക് ഈ സാധനം എങ്ങനെയാലും കൊണ്ടുപോയാൽ മതി,
അതിനകത്തുനിന്ന് ഇതിന് മുമ്പ് വീണ് കാണും, ഭാഗ്യത്തിന് വേറെ ആരുടെ ദേഹത്ത് കയറി കാണത്തില്ല. പക്ഷെ ഇപ്പോഴും അവർ അതുപോലെ തന്നെ ആണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇനി അത് വീഴാനും ഇതുപോലെ വേറെ പലർക്കും ജോലി എടുക്കാൻ പോകാത്ത അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും, ഫോൺ പൊട്ടിക്കാൻ പറ്റും, കാല് മൊത്തം 10-20 സ്റ്റിച്ച് ഇടിക്കാൻ പറ്റും, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇനിയും അവിടെ കുറച്ച് ദിവസങ്ങളൂടെ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അവരിനി ആ ഭാഗത്തോടെയൊക്കെ ഇതേപോലെ കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, തടഞ്ഞു നിർത്തുക, പ്രശ്നം ഉണ്ടാക്കുക. അതിന് നിങ്ങൾക്കിപ്പോൾ ഒരു റൈറ്റ് ഉണ്ട്. കാരണം നിങ്ങളുടെ കാല് മുറിഞ്ഞ സീനല്ലേ, ഇവന്മാരെ തടയണം, എന്നിട്ട് അത് പ്രശ്നം ഉണ്ടാക്കണം. നിങ്ങൾ വീഡിയോ എടുത്തിട്ടു, വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തോളാം, കൂട്ടത്തിൽ കമന്റും ഇതേപോലത്തെ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ സമ്മതിക്കരുത് അവര്. വല്ല നിങ്ങളുടെ പൈസ കിട്ടിയാൽ പോലും നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല കേട്ടോ. കാരണം വേറൊരാളുടെ കാല് പിന്നെ ഇപ്പൊ കാലൊടിഞ്ഞെന്നല്ലേ ഉള്ളൂ, കാലൊടിഞ്ഞാൽ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. വേറെ എന്തെങ്കിലും പറ്റിയാലോ, ഇവത്തേന്ന് വീണു, കുറച്ചുകൂടെ സ്പീഡിലാണ്, നിങ്ങൾ തെറിച്ച് വീണാൽ നിങ്ങൾക്ക് നല്ല അപകടം പറ്റും. എന്ത് ബൈക്കിൽ പോകുന്നവര് വെറുതെ വീഴാൻ വീണു, ഞാൻ പറഞ്ഞത് ഭയങ്കര വലിയ അപകടം പറ്റിയില്ല. അപ്പൊ അങ്ങനെ വന്നാൽ പോലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇയാളുടെ ഇത്രയും ദിവസം പണിക്ക് പോകാതിരുന്നതിന്റെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചെലവും പിന്നെ ഇയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെയും കോമ്പൻസേഷനാണ് സാധാരണഗതി കൊള്ളാവുന്ന നാട്ടിലൊക്കെ കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് കുവൈറ്റ് വെച്ചിട്ട് അപകടം ഉണ്ടായപ്പോൾ എനിക്ക് ഈ ക്ലാവിക്കൽ ബോൺ ഫ്രാക്ചറേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ആണെങ്കിൽ ഒന്നും തരത്തിലോ ഇത്രയല്ലേ പറ്റുള്ളൂ, ചെറിയ ഹോട്ടലല്ലേ ഉള്ളതെന്നൊക്കെ പറയും. പക്ഷെ അവിടെ നല്ലപോലെ ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്ന പരിപാടിയാണ്. എങ്കിൽ പോലും ഗവൺമെന്റ് അത് നല്ല രീതിയിൽ ചെയ്തു തരും. അല്ലേ വേണ്ട, അവരെന്താന്ന് വെച്ചാൽ അതിന് ആ സെറ്റപ്പ് ഉണ്ട്. അവിടെ ഗവൺമെന്റ് തന്നെയാണ് ഈ പറഞ്ഞ നമുക്കൊക്കെ ഇൻഷുർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ എംപ്ലോയർ ഇതൊക്കെ ചെയ്ത് നിർബന്ധമാണ്, നിയമപരമായിട്ട് അത് നിർബന്ധം. ഒരാൾ പോലും അങ്ങനെയുള്ളവർ കാണത്തില്ല ഇങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടാതെ പോകുന്നത്. ഇവിടെ അതും ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇനി അവരെ അനുവദിക്കരുത് കേട്ടോ. നിങ്ങൾ അവിടെ ഇത് പറ്റിയ ഒരാൾ ഇത് കാണുന്നുണ്ടെ പുറകെ പിടിച്ചു ഒരാഴ്ച കൊണ്ട് പരിപാടി നിർത്തിച്ചേക്ക്. അല്ല എന്തോ സ്ഥിരമായിട്ട് ഇതാ നടക്കുന്നതെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണമെന്നേ. സാധാരണ ഒരു സൈഡിൽ 2 സപ്പോർട്ട് ലോഡ് പുറത്തേക്ക് പോകാതിരിക്കും, ഒന്നുമില്ല, ചുമ്മാ അങ്ങ് വെട്ടി തോന്നിയ പോലെ നടക്കുക. അപ്പൊ ഇത് പൈസ കിട്ടുന്നില്ല, ഈ പരിപാടി ഇവിടെ നിർത്തിക്കാനുള്ള എന്തിനും ചെയ്യാം. അവന്മാർ എടുക്കണ്ട. അവരുടെ ഇത് ഒന്നും ശരിയായില്ല, ഇപ്പൊ നടക്കാൻ വരുവായില്ല. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഇനി അനുവദിക്കരുത് അവിടെ. മറ്റുള്ളവരോട് പറഞ്ഞേക്ക്, പുറത്ത് നിർത്തി തന്നെ കാണിച്ചു കൊടുക്കുക, ഇതാണ് എന്റെ അവസ്ഥ, ഇതുകൊണ്ട് ഇനി ഇത് ഇവിടെ നടത്താൻ പറ്റത്തില്ല. അതെങ്കിലും അതും ചെയ്യണം. ഇത് മാത്രം പോരാ, നിങ്ങളുടെ കോമ്പൻസേഷൻ മാത്രം എടുത്താൽ പോരാ, നിങ്ങൾ അതിന് നിർത്തിക്കുകയും കൂടെ വേണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിന് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കരുത്. ഏതായാലും പോലീസുകാരൊന്നും അതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇത് തന്നെയല്ലേ അവന്മാർ ചെയ്യുന്നത്. അവരെന്താ അങ്ങനെ നടപടി അവിടെ എടുക്കാത്തേ? ഞാൻ പറഞ്ഞല്ലോ, സഞ്ജു ടെക്കിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട്, ലോകത്ത് ആദ്യമായിട്ടെന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് നടന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം. കേരളത്തിലൊന്നും ഇത് പരിചയമുള്ളതൊന്നുമല്ല. ആ വെള്ളം അങ്ങോട്ട് പുറത്തോട്ടിറങ്ങിയാൽ ഭയങ്കര അപകടം ഉണ്ടാവുമെന്നാണ് ഇവർ കണ്ടുപിടിച്ചത്. വണ്ടിയിൽ നിന്ന് വെള്ളം എങ്ങാനും പുറത്ത് വന്ന് കൊച്ചി മുങ്ങിയാലോ എന്നൊക്കെയുള്ള ഭയങ്കര കൺസേൺ എടുത്തിട്ട് ഇവർ വലിയ നടപടിയൊക്കെ എടുത്ത് മീഡിയ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര പ്രകടനമാണ്. ഞാൻ തന്നെ എൻ്റെ കാര്യം അറിയാമല്ലോ, ഏതൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇവിടെ വലിയ പ്രശ്നമാണ്. അതിനൊക്കെ വലിയ പ്രശ്നമാണ് ഇത്. എന്താണേലും ഇത് വലിയ പ്രശ്നം. അതിലും ഒരാൾക്ക് വീണ് കാലും കൈയൊക്കെ ഒടിഞ്ഞ് ഇവിടെ ഇരിക്കുക, എന്നിട്ടും ഒരനക്കോ ഇല്ലേ. വല്ല ചില്ലറ അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് പോലീസുകാർക്ക് കാശ് കൊടുക്കാന്ന്, അവർ മേടിച്ചേനെ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പേടിപ്പിച്ചേനെ. എന്നിട്ട് കാശ് കൊടുത്താലേ പണി എടുക്കത്തുള്ളൂ. വല്ലവരും കൂടെ ഇപ്പൊ ഓൾറെഡി നമ്മുടെയൊക്കെ ടാക്സി ശമ്പളം എടുക്കുന്നത്, അത് പോരാത്തതിന് കൈക്കൂലി കൂടെ കൊടുത്താലേ പണി എടുക്കത്തുള്ളൂ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോ. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ അവർ ഭയങ്കര പണിയെടുക്കുന്നത് മനസ്സിലായി. ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ വല്ല നക്കാപ്പിച്ച കിട്ടുമെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയെടുത്ത് കളയും. ഭയങ്കര പണിയാ. പിന്നെ എങ്ങനെ ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ പൊട്ടപ്പണി എടുക്കുന്നതും വേണ്ടാത്ത പണിയൊക്കെ എടുത്തിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്നാൽ അതാണ്ട് ആവശ്യമുള്ള ഒരാൾ വന്നിരിക്കുന്നു, എന്തോ ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇരുന്ന് കളിക്കുക. അങ്ങോട്ട് ചെന്ന് നടന്നോളാൻ, ഡെയിലി കാലും വയ്യാതെ ഒരാൾ ഓഫീസുകളൊക്കെ കയറി നിരങ്ങിക്കോളാൻ. ഈ പരിപാടി ശരിയല്ല, മറ്റേതും ശരിയല്ല. അത് കഴിഞ്ഞ് പിന്നീട് ആ വണ്ടി അതുപോലെ തന്നെ ഓടുന്നത് അതൊട്ടും ശരിയല്ല. ഇവിടെ ഓൾറെഡി ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, ഇനിയും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ടും അതിനൊരു തരത്തിലുള്ള മാറ്റം പോലും ഇല്ലാതെ അവർ വീണ്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബലേ ബേഷ്, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു, കേസുമായി, എന്നിട്ടും അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഇനി നമുക്ക് വല്ല യൂട്യൂബറെ പിടിക്കാൻ നേരത്ത് കാണാം